ചങ്ങായിവരെ മച്ചി കേട്ടോ. ഇതൊക്കെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് അമ്മേന്റെ അനിയത്തിന്റെ വീട്ടിലാണുള്ളത്. ഇളയപ്പനാണിത്. ഇളയപ്പന്റെ ഒരു പറമ്പുണ്ട് ഇവിടെ, കൃഷിയിടാണ്. ഫുള്ള് നല്ല വൈബാ അവിടെ. നല്ലൊരു കൃഷിക്കാരെന്ന് വെച്ചാൽ മത്സ്യകൃഷിയിലൊക്കെ ഇളയപ്പന് മലപ്പുറം ജില്ലേന്റെ അംഗീകാരങ്ങളും അതൊക്കെ കിട്ടിയാണ്. അപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാക്കണം ഇളയപ്പനാട്ടതുള്ളത്. ആ പൈക്കുട്ടീൻ്റെ അടുത്തുള്ളതാണ് ഇളയപ്പൻ. ഇതൊക്കെ വേറെ ഒരു പശുക്കുട്ടി കൂടെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ തള്ളാരെ കൊണ്ടുപോയി കെട്ടീന് കേട്ടോ, പുറത്ത് കെട്ടീന്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇളയപ്പനോട് തന്നെ ചോദിച്ചു നോക്കാം. ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും ഇതൊക്കെ. ഇതിപ്പോൾ എന്താ ഇളപ്പ ഈ ചെയ്തേ? വാഴക്കന്ന്. അപ്പോൾ ഈ വെള്ളം വറ്റാതെ അത് ഇങ്ങനെ വെക്കാൻ പറ്റും? അല്ല ചീഞ്ഞു പോകുന്നില്ലല്ലോ? ഇല്ലില്ല, ചാരി ചേരുമ്പോഴേ എന്നിട്ട് അത് ഏരാക്കി മാറ്റും. ഏരാക്കി മാറ്റിയിട്ട് വെള്ളം ആണിയിൽ മാത്രം വെള്ളം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങോട്ടോ ഇനി ഇങ്ങോട്ട് ഉണ്ടാക്കണ്ടോ? ഓരോ ഒഴിവിൽ ഇങ്ങനെ ഓരോ പണിയെടുക്കാല്ലേ ചെയ്യാ. ഇതാ വാഴക്കന്ന് ഇവിടെ കൊണ്ട്. ഇപ്പോൾ വാഴക്കന്നിന് എന്താ വില? ഇപ്പോൾ വാഴക്കന്ന് 20 രൂപ. 20 റുപ്യ അല്ലേ? അത് ഏത് കന്നായാലും അല്ലെങ്കിൽ നല്ല കന്ന്, ലോക്കൽ കന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതിപ്പോൾ വാഴ അവിടെ വെച്ചല്ലേ? ഇതൊക്കെ ഇവിടെയൊക്കെ എന്താ പറയുക, കുണ്ടും കുഴി ഇതൊക്കെ ഉണ്ട്. അതിലൊക്കെ മീനെ വളർത്തുന്നുണ്ട് കേട്ടോ അപ്പം. പിന്നെ ബ്രാലും കുട്ടികളെ അവിടെ ഒരു ഫിഷ് ടാങ്കിൽ ഇട്ടുങ്ങാണ്ട് വലുതാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ 2 മീനെ കണ്ടിന് ഇട്ടുമ്പോൾ വന്നപ്പോൾ. അതൊക്കെ അത് കാണുന്നുണ്ടോ അറിയില്ല. അവിടെ ഒരു മീനുണ്ട്, അതിൻ്റെ അടിയിലൊരു മീനെ കാണുന്നുണ്ട്. 2 അതാ ബയ്യേ ഇവിടെ നോക്ക്. 2 ബ്രാലും കുട്ടികളുണ്ട് ഇവിടെ, കണ്ടോ? ഇതാ വന്നിട്ടുണ്ടല്ലേ? ഇതെന്താ ഇപ്പം അതിൻ്റെ കുട്ടികളാ? മീൻ്റെ കുട്ടികളത് കണ്ടോ? പോവാത്തത് അതന്നെ അറ്റിങ്ങൾ അതിൻ്റെ അടുത്ത് കിടന്ന് കളിക്കണല്ലേ. 2 എണ്ണം ഉണ്ട്. ഇതാ മീൻ കുട്ടികളുണ്ടല്ലേ? അതെന്തിനാ പിടിക്കണ്? എന്നിട്ട് വേറെ വളർത്തണോ? ഐറ്റിങ്ങളെയോ? അല്ല ഇതൊന്നും ഇപ്പൊ വേറെ അങ്ങോട്ട് പോകില്ലല്ലോ. ഇന്ന് പോവും. ഇത് മഴ ചെയ്ത് അപ്പൊ പോയി. ഇതൊക്കെ ഇതാ ബ്രാല് ഇതാ വന്നുകാണ്ട് നമ്മൾ ഇവിടെ ഉണ്ടായിട്ടും ഇത് എങ്ങോട്ട് പോവില്ലല്ലോ അല്ലേ? അപ്പൊ ഇതൊക്കെ ഇളയപ്പ ബ്രാലിന്റെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ഇത് വെള്ളം കയറുമ്പോൾ അതൊക്കെ കൂടി പോകുന്നാ പറയണേ. ഇത് പിടിച്ചാ പയ്യെ പിന്നെ ആ ചെരുപ്പിട്ട വന്നേ. ഇത് ഇവിടെ ഇതൊക്കെ 2 പ്രാവശ്യം ഇവിടെ കെട്ടി മറിഞ്ഞ് വീണ് ഈ ചെരുപ്പിട്ട് വന്നിട്ട്. ഈ പാടത്തേക്കൊക്കെ ഇമാര് മാഞ്ഞാലം കളിച്ച് വന്നാല് ഇതാ നമ്മളെ മീൻ ഇഷ്ടം പോലെ കുട്ടികള്. എന്താ കാഴ്ച! ഇത് കിട്ടില്ലേ? നീ എന്നാ എൻ്റെ ഫോണിലെടുത്തോ, സൂം ചെയ്തെടുത്തോണ്ട് കേട്ടോ. കിട്ടാതെ കൊല ഇതൊക്കെ ഞാനാ വന്നിക്കണം. അപ്പോൾ ബായി കേട്ടോ വീഡിയോ എടുക്കണത്. നമുക്ക് ഇതിൽ കിട്ടിയില്ല വെച്ചാൽ ആ ഫോണിലെങ്കിലും എടുക്കുന്നുണ്ട്. അതിനെ അതിൻ്റെ ചോട്ടിലടക്ക, എൻ്റെ ചോട്ടിലാക്കണ്. ആ ഒറ്റ കോരലിനോട് കൊരിക്ക്. എന്താ കുട്ടികൾ കേട്ടോ അതൊക്കെ ഞാനിപ്പം കോരി ബക്കറ്റിലേക്ക് ആക്കി. എത്ര ഉണ്ടാവും? 100 കുട്ടികളുണ്ടാവില്ല ഇപ്പോൾ? ഇതാരെ വരുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ മീൻ ഇതൊക്കെ കുട്ടികളെ തെരഞ്ഞ് നടക്കുക കേട്ടോ. അവിടെ എവിടെയോ ഉണ്ട്. അതാ അത് വരുന്നേ കണ്ടോ? അതിന് മക്കളെ തെരഞ്ഞ് നടക്കുകയാണ്. മക്കളെ ഞങ്ങൾ ബക്കറ്റിലാക്കിയാണ്. ഇതിൽ വെച്ചാലും എരണ്ട തിന്ന് പോകുന്നതാണ് ഇളയപ്പം പറയണത്.
നമ്മുടെ ബാക്കി അവിടുത്തെ ഇതൊക്കെ ഒന്ന് കാട്ടി തന്നെ അപ്പോൾ ബക്കറ്റ് ഇവിടെ വെച്ചോളി. ഇതിപ്പോൾ എന്താ ഇവിടെ എന്താ ഉണ്ടാക്കി? വളപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ളൂ. കയ്പ വെള്ളരി മത്തൻ. ആ വെള്ളരി മത്തൻ. ഈ ഭാഗത്ത് കക്കരി. കക്കേരി ഇവിടെ നിൽക്കണ് കക്കേരി. പിന്നെ നിൽക്കണ് ഇതെന്താ വെറൈറ്റി കപ്പയല്ലേ? ആ ഒരു കൊമ്പനെ ഉള്ളൂ. ആ ആ വെള്ളപ്പൂള കപ്പ ഇതൊക്കെയാണ് ഇവിടെയൊക്കെ. ചീര. അല്ല ഇത് പിരിച്ചു കുഴിച്ചിട്ടേനി ഇവിടെ തന്നെ ഉണ്ടാക്കിയില്ലേ? ഇതല്ലേ ഇവിടത്തെയൊക്കെ ഫുള്ള് കഴുങ്ങും തെയ്യും ഇതൊക്കെ വെച്ചിട്ട്. അല്ലപ്പാ ഈ കഴുങ്ങും ഇതൊക്കെ പാട്ടത്തിന് കൊടുത്തിക്കല്ലേ നിങ്ങള്? പ്രാവശ്യം കൊടുത്തില്ല? അപ്പോൾ ഇളയപ്പൻ്റെ ഈ കഴുങ്ങുമെന്ന ഒക്കെ ഇളയപ്പന് വരുമാനം കിട്ടണം കേട്ടോ. ഒരു കൊല്ലത്തിലേക്ക് കഴുങ്ങൊക്കെ പാട്ടത്തിന് കൊടുക്കലുണ്ട്. ഇളയപ്പൻ തന്നെ അല്ലേ പറിച്ച് വിൽക്കലുമുണ്ട്. ഇതാ അവിടെയൊക്കെ കഴുങ്ങാട്ടോ. ആ സൈഡിലൊക്കെ കഴുങ്ങുണ്ട്. അതിനിടയ്ക്കൊക്കെ ഇളയപ്പൻ വാഴ വെച്ചിട്ടുണ്ട്. ഇനി മീൻ കൃഷി ഉണ്ട്. മീൻ കൃഷീൻ്റെ കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. ഇതൊക്കെയാണ് രണ്ടാൾ വന്നത്. ഇജ്ജ് കുളിച്ച് വെക്കുമോ? സത്യം പറഞ്ഞോ? എന്നിട്ട് ഇജ്ജ് നേരത്തെ ഇട്ട ട്രൗസർ തന്നെയാണുള്ളത്. ആ കക്കരി ഇതാ പൂവിട്ടു. അവിടെ ഇവിടെയോ മറ്റേതില്ലേ, എന്താ പറയാ, ചെരങ്ങ. എന്നിട്ടോ ഞങ്ങളെല്ലാവരും ഉണ്ട് ഇപ്പോൾ വീഡിയോ പിടിക്കാൻ. ഏകദേശം ഇതാ കുളിച്ചിട്ട് മാറ്റാത്ത ആള് ഇന്നലത്തെ കുപ്പായം തന്നെ ഇട്ട് വന്നിന്. ബ്ലഡി ഫുൾ. മീനിൻ്റെ കുട്ടികളെ നോക്കിയാ കുഞ്ചുസേ? മീമീൻ്റെ കുട്ടികളെ കാണണ്ടേ ജി? കാണില്ലേ? കാണില്ല? ചെറിയ മക്കളുണ്ടോ കുറേ അതില്? ആ അതൊക്കെ വാഴ വെച്ചാട്ടോ. ഇതിലൊക്കെ ഇളയപ്പോൾ ഒരു പാളയുണ്ട് ഞങ്ങൾ വെള്ളം തേകല് ഒക്കെ നമ്മൾ കാട്ടിത്തരാം. ചാണകം ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇപ്പുറത്ത് എന്താ ചിരങ്ങ ഉണ്ടാക്കിയാണ്. ചിരങ്ങയൊക്കെ കണ്ടാൽ അടിപൊളിയാണ്. എന്താ ചിരങ്ങ ഫുള്ളായിട്ട് കാണാൻ കഴിയില്ല, അപ്പുറത്ത് കൂടെ പോകണം. ചിരങ്ങ ഇവിടെ ഉണ്ടാക്കിന്. 2 ചിരങ്ങ ഉണ്ട്. ഇതവിടെ ഒന്നുണ്ട്. ഇതെന്താ ഈ കൊണ്ടുവച്ച് ചാക്കിലാക്കിയിട്ട്? എന്തിനുള്ള? പൊതക്കാൻ വേണ്ടിട്ടോ? ആയിക്കോട്ടെ. ചിരങ്ങ നമുക്ക് അപ്പുറത്തുനിന്ന് വന്ന് വീഡിയോ എടുക്കേണ്ടി വരുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല. ഈ കഴുങ്ങൊക്കെ കഴിക്കാനായിണോ? ഇവിടെ അപ്പുറത്താട്ടുമ്പോൾ ഒരു കുളമുള്ള മീൻകുളം ഉണ്ട് അപ്പുറത്ത്. അത് ഇത് കൂടെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാട്ടിത്തരാം. ഇതൊക്കെ ഇവിടെയൊക്കെ കണ്ടില്ല, ചാണകം ഓരോ സ്ഥലത്തും ഇളയപ്പം ഇങ്ങനെ കൊണ്ടുപോയി ചെരിഞ്ഞിട്ടിരിക്കുകയാണ്. ഇതിനി ഒരു ഏകദേശം ഉണങ്ങി ഇതാവുമ്പോൾ നേരെ വാരി കണ്ടിടും അല്ലേ? ചാക്കിലൊക്കെ ആയിട്ട് കൊണ്ടുപോയി. ഒരു മത്തൻ ഇതൊക്കെ ഉണ്ടോ, ഒരു മത്തൻ കഴിച്ചിക്കണ്. ഇത് മണ്ണിലിങ്ങനെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, കേടുന്നോല്ലല്ലോ. ഇതുമ്പോൾ എന്തോ ഒരു ഇത് വരുന്നുണ്ടല്ലോ. എന്താ അത് കേടുന്നു പോവോ? ഈ ചീര പൂവിടുന്നതിൻ്റെ മുന്നേ വെട്ടിക്കാണ്ട് അല്ലേ? വിത്തിനെടുത്തച്ചാ എന്നിട്ടാ കർമൂസ ഉണ്ട്. കർമൂസ ഇതുമ്പോഴും ഞൊട്ടങ്ങാറുന്ന സാധനമല്ലത്.
ഇതൊക്കെ കേട്ടോ ഒട്ടങ്ങാന്ന് പറഞ്ഞത് ഞാൻ ഫേസ്ബുക്കിലോ എന്തിലൊക്കെയോ കണ്ടു. ഇതിന് ഭയങ്കര വിലയാണ്. ഭയങ്കര വിലയാണ്. നല്ല വിറ്റാമിൻസ് ആണ്. കായ ഉണ്ടായിട്ട് കാട്ടിയാണി എളപ്പാ നിങ്ങൾ തെരഞ്ഞിട്ട് കണ്ടില്ല. ബേച്ചേച്ചി ഇതൊക്കെ 4 കൊത്തോണ്ട് ആ കറക്റ്റ് സ്പോട്ട് പോയി കണ്ട കൊത്തിയേ. കോക്ക എന്താ പ്രശ്നം? ഒരു ഗ്ലൗസ് എടുത്താ അല്ല ഇതിനെ പിടിക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? എന്നാലും അല്ല ചെറിയ ഇതെടുത്താ കവറെടുത്താ എന്താ ഇമ്മലേരാ ഏര എന്താ വെക്കുക? ചാണകപ്പുഴു കാട്ടിയാ എന്താ കുക്ക് നിൽക്കണ ചാണപ്പുഴുവിനെ പിടിച്ചാണ്ട് എടേ. ആ അതാ ഏജി എന്നെ പിടിച്ചേ. ഏജി പിടിച്ച് കോർത്ത് ഇതാണ് ഇതൊക്കെ ഒരറപ്പില്ലാത്തൊരു കുട്ടി. ഏയ് നടക്ക് എന്തേ നേരണ്ടോ ഈ കിട്ടിയില്ലേ? അപ്പോൾ മച്ചവരെ ഇതൊക്കെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ബ്രാല് കിട്ടുക കേട്ടോ ഈ കുളത്തുനിന്ന്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ മെനക്കെടാൻ തുടങ്ങിയാണ്. പക്ഷേ ആദ്യമായിട്ടാണ് കുളത്തുനിന്ന് ഞങ്ങൾക്ക് ബ്രാല് കിട്ടുന്നത്. ഇതല്ലേ അത്യാവശ്യം ഒരു വലിപ്പമുണ്ട് കേട്ടോ. അല്ലേ ഇത്തെ ഇവിടെ എത്ര കാലമായി ഇത് ഇടാൻ തുടങ്ങിയിട്ട് മഞ്ഞിന് മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതുമല്ലാണ്ട് അവസാനിപ്പിക്കുകയാണ്. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ. ഇതൊക്കെ കേട്ടോ ഇവിടെ കുഞ്ഞുങ്ങളത് ഏകദേശം ഒരു 3 ഇഞ്ചൊക്കെ വലിപ്പമായിണല്ലേ? 4 ഇഞ്ച് നമ്മുടെ ചൂണ്ടയ്ക്ക് വീണ്ടും ഒരു ആമ കുടുങ്ങിന് കേട്ടോ. ആമേനെ നമ്മൾ എന്താക്കും അപ്പം അതൊക്കെ നൈസായിട്ട് കാരാമല്ലടാപ്പാ. ഇതൊക്കെയാണ് കാരാമ. അതിൻ്റെ പതുക്കെ എങ്ങനെ തൊള്ളേന്ന് കൊക്കെടുക്കാൻ കഴിയുമോ നോക്കും. കൊക്കെടുക്കാൻ കയ്യിൽ വെച്ചാലും ഇവിടെ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കണ്ട് വിടും. ഈ ഒരു കുഴിയിൽ നിന്നാട്ടോ നമുക്ക് കിട്ടിയത്. ഇത്